ബോയ്സ്, നിങ്ങളിൽ കൂടുതൽ പേര് എനിക്കറിയാം. നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു പെൺകുട്ടിയുടെ നമ്പർ എങ്ങനെയൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ ഒപ്പിച്ചിട്ട് അവൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പാരഗ്രാഫായിട്ട് കുറേ നേരം കുറേ അയക്കുന്നുണ്ടാവും. രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ഈവനിങ്, നൈറ്റ് ഗുഡ് നൈറ്റ്, അങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന് ആ കുട്ടിയാണെങ്കിൽ സിമ്പിളായിട്ട് ആ ഓക്കെ ബൈ ഇങ്ങനെ റിപ്ലൈ തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ടാവും. അവൾ സിമ്പിളായിട്ട് ഒരു പാരഗ്രാഫ് വെച്ച് ഫുള്ള് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് അയക്കുന്ന സമയത്ത് അയച്ച് സിമ്പിളായിട്ട് റിപ്ലൈ എന്നിട്ട് അവൾ പോയിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പോയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്കെന്നെ ഇഷ്ടമാണോ, അങ്ങനെ പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം കുറേ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. പോലീസ് കംപ്ലൈൻ്റൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ചെരിപ്പുകൊണ്ട് അടിക്കും. ഇപ്പോൾ അവരുടെ ഫാമിലി എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അവരുടെ ഫാമിലി ചേട്ടനോ അച്ഛനോ ആരെയൊക്കെ വന്ന് പ്രശ്നമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് കണ്ട ഉടനെ പോയിട്ട് ചാടിക്കയറി ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതേസമയം നിങ്ങൾക്ക് ആ പെൺകുട്ടി ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ആ കുട്ടിക്ക് നിങ്ങൾ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഓൺലൈനിൽ പരിചയപ്പെട്ടതായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എവിടെ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ട് നേരിട്ട് കാണുന്നതിനുള്ള ഇഷ്യൂ കാരണം നിങ്ങൾ നേരിട്ട് കാണില്ലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ സംസാരം തുടങ്ങുന്നത് എവിടെയാണ്? കോൺവെർസേഷനിൽ. ഈ കോൺവെർസേഷൻ എവിടെ തുടങ്ങും? ഓൺലൈനിൽ ഏത് മീഡിയയിലാണ്? ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമും, അതിനുശേഷം അതല്ലെങ്കിൽ വാട്സാപ്പ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിലായിരിക്കും. ഇങ്ങനെ നിങ്ങൾ പരസ്പരം കാണാതുള്ള ചാറ്റിങ് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്റ്റിംഗ് പാറ്റേൺ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ ആ കുട്ടിയെ നിങ്ങൾ ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്നൊന്നും കാണാൻ കഴിയില്ലായിരിക്കും. ചിലപ്പോൾ 1 മാസമാകാം, 2 മാസമാകാം, 6 മാസമാകാം, ചിലപ്പോൾ 1 വർഷം തന്നെ ആവാം. പക്ഷേ നിങ്ങൾ ഇത്രയും നാളുകൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിങ് കറക്റ്റായിട്ടൊരു പ്രോപ്പർ ചാറ്റിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു റോങ് ആയിട്ടുള്ള ഒരു ചാറ്റിംഗ് പാറ്റേൺ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒന്നെങ്കിൽ കൂടി ബ്ലോക്ക് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ വേറെ പണിണ്ട് പറഞ്ഞിട്ട് പോകും, അതല്ലെങ്കിൽ വേറെ എങ്ങനെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും. നിങ്ങൾക്കൊരു റോങ് ആയിട്ടുള്ളൊരു ചാറ്റിംഗ് പാറ്റേൺ ഉണ്ടെങ്കിൽ, നിങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് ഈ ദിവസങ്ങളൊക്കെ കടക്കണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടി നിങ്ങളുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഈ ചാറ്റിംഗ് സ്റ്റൈൽ ഒക്കെ പാറ്റേണൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഈ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ കുറേ സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ ടൈം ഭയങ്കര പ്രഷ്യസ് ആണ്, നമുക്ക് പിന്നെ തിരിച്ച് കിട്ടില്ല ഒരിക്കലും. അതുകൊണ്ട് നമ്മൾ പക്ഷേ ഏറ്റവും കൂടുതൽ സമയം വേസ്റ്റ് ആക്കുന്നതും നമ്മൾ ഈ ഒരു കാര്യത്തിലാണ്. ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എങ്ങനെ ടൈം വേസ്റ്റ് ആവാതെ ഈ ചാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ പറ്റും എന്നുള്ള മൊത്തത്തിലുള്ള ഒരു ഉത്തരമായിരിക്കും ഈ വീഡിയോ. ഇത് നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് കുറേ സംശയിച്ചുള്ള ഉത്തരം കൂടിയായിരിക്കും ഈ വീഡിയോ. ഞാൻ ഇനി പറയുന്ന 3 കാര്യങ്ങൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. എല്ലാ പേരെങ്കിലും വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും ഈ ഗേൾസിനോട് സംസാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് നമുക്കൊന്നുള്ള പറഞ്ഞുള്ള പണിയല്ല, ഇത് നമുക്ക് ശരിയാവില്ല എന്നൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഫസ്റ്റ് ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോ കാണാനായിട്ട്. നിങ്ങൾ ഈ ഒരു കാര്യത്തെ എത്രമാത്രം മനസ്സിലാക്കുക എന്ന കാര്യത്തെ ആശ്രയിച്ചിരിക്കും. അതിന് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു വേറൊരു ഹ്യൂജ് ഡിസ്ക്ലെയിമർ ഞാൻ പറയാം. ഒരേ സമയം ഒരു 10-20 ഗേൾസിന് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ലത്. ഒരു ആ ഗേൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരും, അവൾ മുന്നോട്ട് വരും, അവൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുന്നോട്ട് വരാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു ഗേളിന് നിങ്ങൾ മെസ്സേജ് അയക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പെർഫെക്റ്റ് ആയിരിക്കും. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ കൂടിയാണത്. പിന്നെ ഇതുപോലെ കുറേ ഗേൾസിന് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യില്ല, അത് ഞാൻ മൊത്തം എതിരാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ വീഡിയോ അവർക്കുള്ള വീഡിയോ അല്ല. ഒരേ ഒരു ഗേള് അവൾ നമ്മുടെ ലൈഫിൽ വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും, കുറച്ച് പേരെങ്കിലും. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ കൂടിയാണിത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, സെയിം ഇൻട്രസ്റ്റ് വിത്ത് സ്മോൾ ടോക്ക്. അതായത് നമ്മുടെ ബോയ്സിനൊക്കെ മേജറായ പ്രശ്നം, അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു മിസ്റ്റേക്കും കൂടിയാണിത്. നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അവരോട് എനിക്ക് ഈ നടി ഇഷ്ടമാണ്, എനിക്ക് ആ നടന ഇഷ്ടമാണ്, എനിക്ക് ഈ ഫുഡ് ഇഷ്ടമാണ്, ആ ഫുഡ് ഇഷ്ടമാണ്, എനിക്ക് ഇത് ഇഷ്ടമല്ല, അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മാത്രം കാര്യം സംസാരിച്ചിട്ടുണ്ടാകും. അവളുടെ അടുത്ത് എന്താണ് അവളുടെ താല്പര്യം, എന്താ അവളുടെ ഇഷ്ടം എന്താ ഒന്നും ചോദിക്കില്ല. ഇവിടെ ശരിക്കും ഇൻ്റർവ്യൂ പ്രോസസ്സ് അല്ല നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഇഷ്ടം മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ കാര്യമൊന്നും ചോദിക്കാതെ നിങ്ങളുടെ മാത്രം താല്പര്യങ്ങൾ അങ്ങോട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനവൾ ഓക്കെ അങ്ങനെ റിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് 1 വേ പ്രോസസ് ആയിരിക്കും കോൺവെർസേഷൻ മൊത്തത്തിൽ. അങ്ങോട്ട് മാത്രം അയച്ചുകൊണ്ടിരിക്കുക, ഒരു പാരഗ്രാഫ് വെച്ച് അയച്ചുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് ജസ്റ്റ് 1 വേർഡിൽ ഓക്കെ അങ്ങനെ മാത്രം റിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഭയങ്കര ഓൾഡ് ടെക്നിക്കാണ്. നിങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് അല്ല നടക്കുന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് പകരം അവരോട് ഫുഡിനെ കുറിച്ച് സംസാരിക്കാം, മൂവീസിനെ സംസാരിക്കാം, അവർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതും എടുത്തുടനെ ചാടിക്കയറിയിട്ട് നിനക്ക് ഏതൊക്കെ ഫുഡ് ഇഷ്ടമാണ്, ഏതൊക്കെ സിനിമ ഇഷ്ടമാണ്, ഏതൊക്കെ നടന്മാർ ഇഷ്ടം, അങ്ങനെ ചോദിക്കരുത്. ഇൻഡയറക്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് അല്ലാത്ത രീതിയിൽ അവരോട് പോയിട്ട് നിങ്ങൾ ഫുഡിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കാം. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു
അറബിക് ദർബാർ എന്ന ഹോട്ടൽ. ഈ അറബിക് ദർബാർ എന്ന ഹോട്ടലിലേക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു. നിനക്ക് ഏത് ഫുഡ് ഇഷ്ടം? നിനക്ക് ഏത് ഫുഡ് ഇഷ്ടമല്ലാത്തത്? ഞാൻ അവിടെ കഴിക്കാൻ പോകുന്ന കുഴിമന്തിയാണ്. നിനക്ക് കുഴിമന്തി ഇഷ്ടമാണോ? അങ്ങനെ നിനക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ അല്ലാതെ ഇങ്ങനെ ചോദിക്കാം. ഇത് കോൺവെർസേഷൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ അവർക്ക് നിങ്ങൾ സംസാരിക്കുന്ന താല്പര്യം കൂടി ഉണ്ടാകും. സാധാരണ എല്ലാവരും സംസാരിക്കുന്ന പോലെ എന്താ ഇഷ്ടം ചോദിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ സാധാരണ ബോയ്സ് അവരടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരാളാവാതെ ഒരു ഡിഫറൻ്റ് ആയിട്ട് ഇതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ചെറിയ ഇൻട്രസ്റ്റ് കൂടി ഉണ്ടാവും നിങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത്. പിന്നെ യാത്ര നിങ്ങൾ എങ്ങോട്ടേക്കും പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോയിട്ടുണ്ടോ? നീ സ്ഥലം എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഏരിയയിൽ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. മൂവീസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ലാലേട്ടൻ ഇഷ്ടം, നിനക്ക് മമ്മൂക്കയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻ ഫൈറ്റ് തുടങ്ങാതെ, അതുപോലെ ഫാൻ ഫൈറ്റൊന്നും ചെയ്യാതെ ഞാൻ നല്ലൊരു മൂവിക്ക് പോയിരുന്നു, എനിക്കത് ഇഷ്ടമായി, എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു, നിനക്ക് ഏത് തരത്തിലുള്ള മൂവീസാണ് ഇഷ്ടം? നിനക്ക് ഞാൻ ഇന്നലെ പോയ മൂവി നീ കണ്ടിട്ടുണ്ടായിരുന്നോ? നിനക്ക് അതുപോലെ എന്തെങ്കിലും സ്റ്റോറി എന്തെങ്കിലും അറിയാമായിരുന്നു? എനിക്ക് ആ മൂവി ഇഷ്ടമായിരുന്നു? അങ്ങനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി ചോദിക്കാം നിങ്ങൾക്ക്. ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നു, അവരുടെ ഇഷ്ടങ്ങൾ ഇങ്ങോട്ട് പറയുന്നു, അങ്ങനെ കോൺവെർസേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പോലെ തോന്നില്ല. നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഫീൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊരിക്കലും ബോറിംഗ് ആയിരിക്കില്ല, കാരണം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത് ബോറിംഗ് ആയിട്ട് തോന്നില്ല. ജസ്റ്റ് നെക്സ്റ്റ് ടൈം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം, യൂസ് യുവർ റെസ്പെക്റ്റ്. അതായത് ഒരു ഗേൾ ഉണ്ടെങ്കിൽ ആ ഗേളിന് മിനിമം ഒരു 100-200 ബോയ്സ് മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഇതാണ് റിയാലിറ്റി. ശരിക്കും നിങ്ങൾ ഫ്രണ്ടായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിച്ചു നോക്കുക, ഡെയിലി എത്ര മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന്. മിനിമം നമ്മളെപ്പോലുള്ള ബോയ്സ്, നമ്മളെപ്പോലെ വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ബോയ്സ് ഒരു 100-200 പേര് മിനിമം മെസ്സേജ് അയക്കുന്നുണ്ടാവും. പക്ഷേ ഇതേ സമയം ഒരു ബോയ്ക്ക് ഒരു 200-300 ഗേൾസ് മെസ്സേജ് ഇങ്ങോട്ട് അയക്കാൻ പോകുന്നില്ല. ഇതാണ് റിയാലിറ്റി. കാരണം ഒരു ഗേൾ ആകുമ്പോഴത്തേക്കും അവർക്ക് മെസ്സേജ് അയക്കാൻ കാരണം അവർ സെൽഫ് റെസ്പെക്റ്റ് സൂക്ഷിക്കുന്നുണ്ട്. അവരങ്ങനെ തിരിച്ച് മെസ്സേജ് അയക്കില്ല എന്നറിയാം. പക്ഷേ അതേസമയം ബോയ്സിന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവരങ്ങനെ മെസ്സേജ് അയക്കുന്നു. പക്ഷേ നമ്മൾ ബോയ്സ് അങ്ങനെയല്ല. ഒരു ഗേൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുവാണെങ്കിൽ ചാടിക്കൽ അങ്ങോട്ട് കുറേ മെസ്സേജ് അയക്കാം. ഒരു 2-3 ഗേൾസ് മെസ്സേജ് അയക്കുവാണെങ്കിൽ ചാടിക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഒരു പാരഗ്രാഫ് പോലെ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ടാവും. കാരണം നമ്മൾ അങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് സൂക്ഷിക്കില്ല. പക്ഷേ ബോയ്സ് ഒരു കാര്യം പറയാം, നിങ്ങൾ ബോയ് ആയിട്ട് ഡെയിലി ഒരു 100-200 ഗേൾസ് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, നിങ്ങളുടെ ഭാവി നശിപ്പിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ടൈം കളഞ്ഞ് 100-200 ഗേൾസ് മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ ടൈം ഒരിക്കലും തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. ഈ സമയം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്ത് വേണേൽ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എന്ത് വേണേൽ ചെയ്യാം. ഈ സമയം നിങ്ങൾ വെറുതെ ഗേൾസ് മെസ്സേജ് അയക്കാൻ വേണ്ടി സമയം കളയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവി നശിപ്പിക്കാൻ നിങ്ങൾ എന്താണെന്ന് മാക്സിമം ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭംഗിയായിട്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ കോമഡി ആയിരിക്കും, നിങ്ങളുടെ ഏജ് എത്തുമ്പോൾ മനസ്സിലാവും. പക്ഷേ അന്ന് വെറുതെ സമയം കളയുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു എന്നൊരു വിചാരമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും ബോയ്സ്, നിങ്ങൾ ഉള്ള സമയം ഒരു ഗേൾ ജെന്യുവനായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ഗേൾ ജെന്യുവനായി സംസാരിക്കുക. വെറുതെ റാൻഡമായിട്ട് 100-200 ഗേൾസിന് മെസ്സേജ് അയച്ച് വെറുതെ ഉള്ള സമയം കളയാതിരിക്കുക മാക്സിമം. ആ സമയം എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കുക. ഒരു 26-27 വയസ്സിൽ ഒരു 10,000 രൂപ ശമ്പളത്തിന് മാസം കഷ്ടപ്പെട്ട് പണിക്ക് പോകുന്ന സമയത്ത് മനസ്സിലാവും, പക്ഷേ അന്ന് സമയം കളയുന്ന സമയത്ത് എന്തെങ്കിലും പരിപാടി ചെയ്താൽ മതിയായിരുന്നു, വെറുതെ അന്ന് കുറേ സമയം കളഞ്ഞു എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടാവുക. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. പക്ഷേ അതേസമയം നിങ്ങൾ ഒരു പെൺകുട്ടി ജെന്യുവനായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ കുട്ടിയെ ലൈഫ് ലോങ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അവരോട് മാത്രം മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയത്ത് ആ കുട്ടി നിങ്ങൾ കൂടെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യമില്ലാതെ നിങ്ങൾ സമയം കളയാൻ വേണ്ടി മാത്രം മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരിക്കലും ഇതുപോലെ സിറ്റുവേഷൻ വരരുത് ഒരു ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത്. ഒരിക്കലും ഇങ്ങനെ വെറുതെ സമയം കളയാതിരിക്കുക മാക്സിമം കേട്ടോ. ഒരു പ്രാവശ്യം പോയി തിരിച്ച് കിട്ടില്ല സമയം. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗേളിന് മുമ്പിൽ നിങ്ങൾ റെസ്പെക്റ്റ് ഒരിക്കലും കളയുന്ന പോലെ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് കാണുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരു മെസ്സേജ് 2 മെസ്സേജ് ഒരിക്കലും പാരഗ്രാഫ് പോലെ മെസ്സേജ് അയച്ചിട്ട് വെറുതെ അയച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് ആ മെസ്സേജ് കണ്ടതിന് ശേഷം അവർ കണ്ടാലും ശരി കണ്ടില്ലെങ്കിൽ ശരി കാണുന്ന സമയത്ത് റിപ്ലൈ കിട്ടും. ആ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എന്താ റിപ്ലൈ തരാത്ത ഇടയ്ക്ക് ക്വസ്റ്റ്യൻ മാർക്ക്, ഇടയ്ക്ക് മറ്റേ ലെൻസ് വെച്ച് നോക്കുന്ന ഒരു എമോജി കൊടുക്കുക. അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക. അവർ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് കാണുന്ന സമയത്ത് റിപ്ലൈ തരും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ റെസ്പെക്റ്റ് കളയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോയി നിൽക്കരുത്. ആ ഒരു റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് പോകുന്നുണ്ടെങ്കിൽ, അവൾ നിങ്ങൾ തിരിച്ച് റെസ്പെക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുക. റെസ്പെക്റ്റ് തരാത്ത ഒരു റിലേഷൻഷിപ്പിലും പോയി നിൽക്കരുത്. നിങ്ങളുടെ വാല്യൂ പോകുന്ന ഒരു റിലേഷൻഷിപ്പും നിങ്ങൾ പോയി തലവെച്ച് കൊടുക്കരുത് ഒരിക്കലും കേട്ടോ. അങ്ങനെ കുറേ നേരം റിപ്ലൈ കിട്ടിയില്ല, അങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കണം തോന്നുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും സ്റ്റോറി ഇട്ടുണ്ടാവും, സ്റ്റോറിക്ക് റിപ്ലൈ കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യുന്ന പോലെ സംസാരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വീണ്ടും മെസ്സേജ് അയക്കണമെങ്കിൽ ചെയ്യാം. മൂന്നാമത്തെ ബോർഡ് ടെക്സ്റ്റ്. അതായത് സിമ്പിളായി ഡെയിലി മെസ്സേജ് അയക്കുന്ന ഒരു മെസ്സേജ് അയക്കാൻ ആ കുട്ടിക്ക് 100 പേര് 1000 പേര് കാണും. എപ്പോഴും ഗുഡ് മോർണിംഗ് അയക്കുക, ഗുഡ് നൈറ്റ് അയക്കുക, ഗുഡ് ഈവനിങ് അയക്കുക,
ഇങ്ങനെ വെറുതെ ബോറായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ഇഷ്ടംപോലെ പേരുണ്ടാവും. നിങ്ങളും ആ 1000 പേര് ഒരാളാവാനാണ് ആഗ്രഹം. നിങ്ങൾ ടോപ്പ് 1% അല്ല ആവേണ്ടത്. എങ്കിലല്ലേ കുട്ടിക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ഒരിക്കലും കോമൺ ആയിട്ട് എല്ലാവരും മെസ്സേജ് അയക്കുന്ന പോലെ ഒരിക്കലും മെസ്സേജ് അയക്കരുത്. നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ബോർഡ് മെസ്സേജ് അയക്കാതെ ഒരു നല്ലൊരു മെസ്സേജ് ഇടയ്ക്കിടയിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഷെയർ ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കുക. അങ്ങനെ എപ്പോഴും നിങ്ങൾ ടോപ്പ് 1% ആയിരിക്കും മാത്രം ശ്രദ്ധിക്കുക. ഒരിക്കലും 1000 പേര് ഒരാളൊന്നും ആയിരിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും അങ്ങനെ ആവരുത്. തുടക്കത്തിൽ അവർ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ കാര്യവും അവർ ഷെയർ ചെയ്യരുത്. ഒരു കോൺവെർസേഷൻ ചോദിച്ച് തുടങ്ങി വരികയാണ്, ആ സമയത്ത് ഒരു കാര്യം അവർ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും നിങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും റിവീൽ ചെയ്യരുത്. ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആ കുട്ടി എന്ത് വേണം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് എന്ത് വേണം ചെയ്യും. ആ സിറ്റുവേഷൻ എത്തുമ്പോൾ മാത്രം നിങ്ങൾക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴും ഒരു മിസ്റ്റേക്ക് കാത്തു സൂക്ഷിക്കുക. എങ്കിൽ ഗേൾസ് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല കണ്ടൻറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.